ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പോകുന്നത്. നമ്മൾ പുറത്തു പോകാണ്. സോ നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് ഈ ബ്ലാക്ക് കുർത്തിയും ഷോർട്ട് കുർത്തി കേട്ടോ. ഇത് ബ്ലാക്ക് ഷോർട്ട് കുർത്തി, ഈ വൈറ്റ് ലൈക്ക് ജീൻസുമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഷോർട്ട് കുർത്തി എവിടെ നിന്ന് വാങ്ങിച്ചതല്ല, പക്ഷേ ഇത് എക്സാമിൻ്റെ ജീൻസാണ്. നമുക്കിപ്പോൾ ഡ്രസ്സ് കണ്ടിട്ട് വരാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. സോ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടായിരിക്കണേ. നമുക്കിനി കുറച്ച് മോയ്സ്ചറൈസറും ടോണറൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആദ്യം ടോണർ അപ്ലൈ ചെയ്യാൻ പോകണം. കണ്ണിൽ അപ്ലൈ ചെയ്തിരിക്കുക ടോണർ പ്ലീസ്. നല്ല പണിയുണ്ട്. നമുക്ക് ടോണർ ഒന്ന് സോ അതിന് ശേഷം മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും അപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു കുട്ടി സ്കിൻ കെയർ ടീം മതി, സിമ്പിൾ റൂട്ടീൻ. സോ നെക്സ്റ്റ് നമുക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും നമ്മുടെ കയ്യിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് എന്തുപോലെ ഇത് ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫേസ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കുട്ടി മേക്കപ്പ് കൂടി ചെയ്തിട്ട് പെട്ടെന്ന് പോകാൻ നമുക്ക് ടൈമില്ല. സോ മോയ്സ്ചറൈസർ കഴിഞ്ഞു, സൺസ്ക്രീൻ നമുക്ക് അപ്ലൈ ചെയ്യാം. എപ്പോഴും പറയുന്നുള്ള ഞാൻ ഡീലേ സൺസ്ക്രീൻ ടേറിച്ചൊക്കെ പോകുന്നു. അപ്പം അങ്ങ് വൈറ്റിക്ക് ഒന്നും പറയാനില്ല, പെട്ടെന്ന് തേച്ച്. അപ്പോൾ നിങ്ങളിത് വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്യും, ബട്ട് ഇത് വൈറ്റ് കാസ്റ്റ് അല്ല ഫേസ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ തരും സ്കിന്നിന്. സണ്ണിലേക്കൊക്കെ ഇറങ്ങുമ്പോഴേക്കും നമുക്കൊരു ഗ്ലോ ഒക്കെ കിട്ടും. നെക്സ്റ്റ് ബോയ്. സോ നെക്സ്റ്റ് നമ്മൾ ഒരു കാജൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് മിററിൽ നോക്കിയിട്ട് എഴുതാൻ, അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നില്ല. സോ എഴുതിക്കണം. സോ നമ്മൾ രണ്ട് കണ്ണ് എഴുതിയിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനിയിപ്പോൾ കണ്ണിലൊന്നും ചെയ്യണ്ട. കണ്ണിൽ കുറച്ച് കണ്ട് ബാക്കി പരിപാടി നടത്താം. അപ്പോൾ നമുക്ക് ഇനി ചുണ്ടിൽ കുറച്ച് കളർ ചെയ്യാം. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ലിപ് ബാം ഇട്ടില്ലെങ്കിൽ, നിങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം, ഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ ലിപ് ബാം ഇടണം. എന്നിട്ട് പിന്നെ നമുക്കതിന് മുന്നിൽ ലിപ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടാൽ മതിയല്ലോ. എക്സസൈസ് ആയിട്ട് ലിപ് ബാം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളയണേ. സോ നമുക്ക് ഇനി ലിപ് ലൈൻ ചെയ്യാം. ഓക്കെ, ക്യാമറ നോക്കിയാണ് ചെയ്യുന്നത്. എങ്ങനെയാവുക എന്താ. ഇത് അപ്പോൾ ഒരു ലിപ് ലൈനറാണ്. വേറൊരു ലിപ് ലൈനർ, ലിപ്സ്റ്റിക് പെൻസിലാണിത്, ലിപ് ലൈനർ അല്ല. ഒരു ലിപ്സ്റ്റിക് പെൻസിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഇന്നർ ഏരിയയിൽ കുറച്ച് എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചൊക്കെ പല്ലിലൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവസാനം നമ്മൾ ഞാൻ തൂത്ത് കളയണം. അപ്പോൾ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ലിപ് ലൈനിങ്ങും കഴിഞ്ഞു. നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ബ്രൗൺ ഷെയ്ഡായിരുന്നു ഞാൻ കൊടുത്തത്. ഇത് ഭയങ്കര ഓവറാണ്. നമ്മളെന്ന് വെച്ചാൽ കുറച്ച് ഡോട്ട്സ് ആയിട്ട് കൊടുക്കാം. എന്നിട്ടും അത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ തന്നെ വേറെ ഒരു തീർന്ന ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഈ സ്റ്റിക്ക് വെച്ച് നമുക്കിതൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. അല്ലാണ്ട് ഞാൻ ഈ ക്യാമറയിലോട്ട് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വെച്ചാൽ ലാസ്റ്റ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പുറത്ത് ക്യാമറ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കും. പക്ഷേ മിററിൽ നോക്കുമ്പോൾ വേറെ ഏതോ ഒരു ജീവിയെ പോലെ പറ്റുന്ന. സോ നെക്സ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം. കൊടുക്കുമ്പോൾ ആ ലിപ്സ്റ്റിക് ഒന്നും കൂടി ഡിഫൈനായിട്ട് എടുത്ത് കാണിക്കും. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ടാകും എനിക്കറിയില്ല. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണ്ടേ. നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റിക്ക് യൂസ് ചെയ്യാം, ബ്രഷ് യൂസ് ചെയ്യാം, എങ്ങനെയാണെങ്കിൽ ലിപ് ഡിഫൈൻ ചെയ്യാം. ഡിപ്പെൻസ് അപ്പോൾ. സോ ഇനി നമുക്ക് കുറച്ച് കഥകളിക്കുള്ളവരുടെ എഴുതി വെക്കാൻ കണ്ണ് എഴുതുമ്പോൾ ഞാൻ മിററിൽ നോക്കി എഴുതുള്ളൂ. കാരണം എനിക്ക് വയ്യ, പണി വാങ്ങിക്കും. സോ കണ്ണ് എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം. സോ ഗൈസ്, നമ്മളെന്ത് ഇതിൻ്റെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണ് എന്തൊക്കെയാണ് കാട്ടിക്കുട്ടി വെച്ചിട്ടുണ്ട്. കാരണം രണ്ട് കണ്ണും ഒരേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കഴിവ് നമുക്ക്. കഴിവില്ലാത്തവർക്ക് കുറച്ച് സമയം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സും കൂടിയാണ് കണ്ണ് എഴുതുക. സോ നമുക്കിനി ഒരു പൊട്ടും കൂടി തുടങ്ങാം. കുറച്ച് ഒരു ട്രഡീഷണൽ ലുക്കിന് പൊട്ടും. സോ നമ്മൾ ഇത്രയും ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മൾ ഒരുങ്ങിയത്. മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ണിൽ ലിപ്സ്റ്റിക് കൊണ്ട് വേറെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തലയിലോട്ട് കിടക്കാൻ മാത്രമൊന്നും ഇല്ല. കാരണം ആകെ 4-3 മുടിയുണ്ട്.
ഷോർട്ട് ഹെയർ ഇഷ്ടമാണെന്ന് തോന്നിയിട്ട് പറ്റിയതാണ്. ഇത് കാണാൻ പറ്റുന്നൊന്നുമില്ല, ഇതിന് താഴത്തേക്ക് ഇത് തട്ടത്തില്ല. ഓക്കെ, സോ ഇതിലേക്ക് നമുക്ക് താജ്മഹലും കുത്തുബ് മിനാറൊന്നും പണിയാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുക്കാൻ പറ്റുന്നുണ്ട്. ഒരു സിറപ്പ് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിറം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു മിസ്റ്റും കൂടി അടിച്ചു കൊടുത്തിട്ട് പരിപാടിയിലേക്ക് ഇറക്കാം. ഒരു ഹെയർ മിസ്റ്റ്. അപ്പോൾ നല്ലൊരു സുഖം കിട്ടാൻ നല്ല സ്മെല്ലാണ് ഗൈസ്. മിസ്റ്റിന് നല്ല സ്മെല്ലാണ്, ഭയങ്കര ഇഷ്ടം. സോ നമുക്കൊരു ചീപ്പെടുത്തിട്ടാണ് പല എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാം. എനിക്ക് അയച്ചിടാൻ താല്പര്യമില്ല, അയച്ചിടാൻ നമുക്ക് കെട്ടിവെക്കാനുള്ള മുടിയില്ല. സോ നമ്മൾ നമ്മുടെ മുടി എന്താക്കി വെച്ച് എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തോ ഇങ്ങനെ ബൗൺസി ഒക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ എന്തൊക്കെയോ. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് കം മേക്കപ്പ് എവറിത്തിങ് സ്കിൻ കെയർ. സോ നമ്മളിന്ന് കുറച്ച് എസ്തെറ്റിക് ആയിട്ട് പഠിച്ചിരിക്കണം. കുറച്ച് കുക്കി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ശരി, ബൈ.